എല്ലാവർക്കും മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കലൊരു സർക്കസ് കൂടാരത്തിലൊരു കോമാളി ഉണ്ടായിരുന്നു. അയാൾ ആ സർക്കസ് കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും എപ്പോഴും ചിരിപ്പിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സർക്കസ് കൂടാരത്തിൽ തീ പിടിക്കുകയുണ്ടായി. ഇത് കണ്ട ഈ കോമാളി അകത്തേക്ക് വന്ന് ആളുകളോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, കൂടാരത്തിന് തീ പിടിച്ചു, എല്ലാവരും ഓടി രക്ഷപ്പെടുക. ഈ കോമാളിയെ കണ്ടപാടെ ആളുകൾ അട്ടഹസിക്കാൻ തുടങ്ങി. എല്ലാവരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. കോമാളി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സർക്കസ് കൂടാരത്തിന് തീ പിടിച്ചു, എല്ലാവരും ഓടി രക്ഷപ്പെടുക. എന്നാൽ ആളുകളൊന്നും ഗവനിക്കുന്നില്ല. ആളുകൾ പുള്ളിയെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അട്ടഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ സർക്കസ് കൂടാരത്തിന് മുഴുവനും തീ പിടിച്ചു. ആളുകൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു സിനിമയെ പറ്റിയിട്ടാണ്. കാൽവരി എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ചിത്രം. അയർലൻഡിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ച ഒരു സിനിമ. ജോൺ മൈക്കൽ മക്ഡൊണാഗ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു ചിത്രമാണ്. ബ്രെൻഡൻ ഗ്ലിൻസൺ ആണ് ഇതിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇടവകയും അവിടുത്തെ ഒരു വൈദികനും ആ ഇടവകയിലെ കുറച്ച് ആളുകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ സിനിമ പൂർണ്ണമായിട്ടും എടുത്തിരിക്കുന്നത്. പരസ്പരമുള്ള ഡയലോഗ്സാണ് കൂടുതലും ഉള്ളത്. സിനിമ ആരംഭിക്കുന്നത് ഒരു കുമ്പസാരക്കൂട്ടിൽ നിന്നാണ്. കുമ്പസാരക്കൂട്ടിൽ ഒരാൾ വന്നിട്ട് അച്ഛനോട് പറയുകയാണ്, അച്ഛൻ ഒരാഴ്ച സമയം തരും, അടുത്ത ഞായറാഴ്ച ഞാൻ അച്ഛനെ കൊല്ലും. കാരണം ഞാൻ ഒരു വൈദികൻ്റെ കയ്യിൽ നിന്ന് ഒരു 5 വർഷക്കാലത്തോളം പൂർണ്ണമായിട്ടും പീഡനം ഏറ്റ ഒരു കുഞ്ഞായിരുന്നു. ക്ഷമിക്കാൻ കഴിയാത്ത അത്ര വിധം മുറിവുകൾ ആ വൈദികൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അച്ഛനെ കൊല്ലും. കാരണം അച്ഛനൊരു നിഷ്കളങ്കനായ വൈദികനാണ്. പൂർണ്ണമായിട്ട് നിഷ്കളങ്കനായ ഒരു വൈദികനെ കൊല്ലുമ്പോൾ സഭയ്ക്ക് അതൊരു ചോദ്യമായിട്ട്, സഭയുടെ മുമ്പിൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കും. അതുകൊണ്ട് ഞാൻ അച്ഛനെ കൊല്ലും. ഒരാഴ്ച അച്ഛന് സമയമുണ്ട്. ആ സമയം കൊണ്ട് അച്ഛൻ പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കൊള്ളുക. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ അച്ഛൻ പലരെയും, ഇടവക അംഗങ്ങളെ പലരെയും കാണുകയാണ്. ഇടവക ഒരു സ്ത്രീയും അവളുടെ ഭർത്താവും കാമുകനും ഇവരുടെ മുമ്പിലൊക്കെ അച്ഛൻ ചെല്ലുന്നുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവർ അച്ഛനെ കളിയാക്കി പറഞ്ഞു വിടുകയാണ്. അത്തരത്തിലുള്ളൊരു മനോഭാവമാണ്. പൂർണ്ണമായിട്ടും ആരെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയാത്ത ഒരു ഇടവകയിലെ ആളുകൾ, നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളെന്ന് തന്നെ പറയാം. പലപ്പോഴും നിഷ്കളങ്കരായ മനുഷ്യർ നമ്മളോടൊക്കെ വന്ന് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ അവർക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഈ അച്ഛൻ അനുഭവിച്ച അതേ ദുരന്തം തന്നെയാണ്. അത് ഏതൊരു തലത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും ഇന്ന് പലപ്പോഴും നന്നായിട്ട് ജീവിക്കണമെന്ന് പറയുന്നത് ഒരു കോമാളിത്തരമായിട്ട് കാണുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നുണ്ട് നമ്മുടെ സമൂഹം. അത് തന്നെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. നിഷ്കളങ്കരായ മനുഷ്യരെയൊക്കെ വെറും കോമാളികളായിട്ട് മുദ്രകുത്തി മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ സിനിമയിലൂടെ സംവിധായകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വൈദികൻ നിഷ്കളങ്കരായ എല്ലാ മനുഷ്യരുടെയും ഒരു പ്രതിനിധിയാണ്. ഈ വൈദികനാകുന്നതിന് മുമ്പ് ഫാദർ ജെയിംസ്, അതാണ് ബ്രെൻഡൻ ഗ്ലിൻസന്റെ കഥാപാത്രം. ഈ മനുഷ്യൻ ആദ്യം ഒരു വിവാഹം ചെയ്തിരുന്നു. അതിലൊരു കുട്ടിയുണ്ട്, പെൺകുട്ടി. പിന്നീട് ഭാര്യ മരിച്ചതിന് ശേഷം കുട്ടിക്കെല്ലാം എഴുതി വെച്ചുകൊണ്ട് ഈ വൈദിക പദവിയിലേക്ക് ഈ മനുഷ്യൻ ചെല്ലുകയാണ്. പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വബോധത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വൈദികൻ. നമുക്ക് അച്ഛനെ കാണുമ്പോൾ തന്നെ അറിയാം, അച്ഛനെപ്പോഴും ഈ ഉടുപ്പിൽ തന്നെയാണ് നടക്കുന്നത്, വൈദിക വസ്ത്രത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതൊക്കെ സൂചിപ്പിക്കുന്നത് അച്ഛൻ്റെ പൗരോഹിത്യത്തിനോടുള്ള അച്ഛൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ്. അപ്പം പൂർണ്ണമായിട്ടും ഒരു നല്ല ജീവിതം, പുണ്യ ജീവിതം നയിക്കുന്ന ഒരു വൈദികൻ. എന്നാൽ ഈ ഒരാഴ്ചക്കാലം അച്ഛൻ്റെ മകള് ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന കുട്ടി, അവളൊരു ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്നുണ്ട്. അവളെ ഈ ഒരാഴ്ചത്തേക്ക് 2-3 ദിവസത്തേക്ക് കൂടെ നിർത്താനായിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരികയും
അവൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിധത്തിൽ അവളും അവളുടെ ആദ്യ കാമുകനോട് ഭയങ്കര പകരം വീട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ സ്വയം ക്ഷമിക്കാനായിട്ട് കഴിയാത്ത വിധത്തിലൊക്കെ നിലനിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം അങ്ങനെയുള്ള ആ കുട്ടിയുടെ മുമ്പിൽ ആ കുട്ടിയോടും ഈ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും അധപ്പതിച്ച പുണ്യമെന്ന് പറയുന്നത് അത് ക്ഷമയാണെന്നാണ്. ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ പലപ്പോഴും തെറ്റുകൾ ചെയ്യാനായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളോട് തന്നെ ക്ഷമിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാൻ കഴിയാത്തത്, ഇത് തന്നെയാണ് ഈ സിനിമയിൽ പൂർണ്ണമായിട്ടും കാണുന്നത്. ഒരു ധനികനായ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ വീട്ടുകാരും ആ ഭാര്യയും മക്കളും എല്ലാം അയാളെ ഉപേക്ഷിച്ച് പോവുകയാണ് ഈ പണത്തോടുള്ള ആസക്തി കാരണം. അയാൾ വീണ്ടും ഒരു ഇതിലേക്ക് വരുമ്പോൾ അയാളും ചിന്തിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭാര്യയോടോ മക്കളോടോ ഒന്നും ഒരു ആത്മാർത്ഥതയൊന്നുമില്ലായിരുന്നു, എപ്പോഴും പണമെന്ന ഒരു ബോധ്യത്തോടുകൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനുമായിട്ടുള്ള സംഭാഷണമുണ്ട്. പിന്നെ അച്ഛൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റായ വ്യക്തി, അവൻ പൂർണ്ണമായിട്ടും ഒരു സീരിയൽ കില്ലറായിട്ട് മാറുകയാണ്. അച്ഛൻ വന്നിട്ട് നീ ചെയ്തതൊക്കെ തെറ്റാണെന്നോ പറയുമ്പോൾ അച്ഛനെ അവൻ പുച്ഛിച്ചുകൊണ്ടാണ് അവനെ ഏറ്റെടുക്കുന്നത്. അതൊന്നും തെറ്റാണെന്ന് അവനും തോന്നുന്നില്ല. തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന ആ സ്ത്രീയോട് വന്നിട്ട് അച്ഛൻ പറയും, നീ ചെയ്യുന്ന തെറ്റാണ്. അവൾക്കും അത് തെറ്റല്ല. കൂടെ കുമ്പസാരക്കൂട്ടിൽ വന്ന് എല്ലാ ഞായറാഴ്ചയും വന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്ന അവൾ ചെയ്യുന്നതാണ് വാസ്തവമെന്ന് സ്വയം ധരിച്ചു വെക്കുന്ന ആ സ്ത്രീ. ഇവരൊക്കെയാണ് ഈ കഥയിലെ മെയിനായിട്ടുള്ള കഥാപാത്രം. ഒടുവിൽ ഒരു കടൽ തീരത്ത് അവസാന ഞായറാഴ്ച അച്ഛനെ ഈ മനുഷ്യൻ വെടിവെച്ച് കൊല്ലുകയാണ്. സിനിമ അവസാനിക്കുന്നത് ഇപ്രകാരമാണ്. ഈ അച്ഛൻ്റെ മോള്, ആദ്യ വിവാഹത്തിലുണ്ടായ ആ മകള് ഈ തടവറയിലുള്ള ഈ മനുഷ്യനെ കാണാനായിട്ട് വരികയാണ്. അന്നുവരെ സ്വന്തമായിട്ട് ക്ഷമിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ തൻ്റെ കാമുകനോടൊക്കെ ക്ഷമിക്കാൻ കഴിയാത്ത ആ പെൺകുട്ടി ഇവൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു പുഞ്ചിരിയോടുകൂടെ അവനോട് ക്ഷമിക്കുകയാണ്. ഒരു വെളിച്ചമാണ് ഈ കഥ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ചിത്രം, എല്ലാവർക്കും കണ്ടിരിക്കാൻ കഴിയുന്നൊരു ചിത്രം. അല്പം സ്ലോയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്, എങ്കിൽ കൂടെ നമ്മളെ പിടിച്ചിരുത്താനായിട്ടുള്ളൊരു ശക്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും കാണിക്കുന്ന ഓരോ ഭാഗങ്ങളും ഓരോ പ്രദേശങ്ങളും, ഈ സിനിമയിൽ കാണിക്കുന്ന ഓരോ പ്രദേശങ്ങളും ഒക്കെ വളരെ മനോഹരമാണ്. അയർലൻഡിൻ്റെ മനോഹാരിത പകർത്താനായിട്ട് ഈ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഒരു ബീച്ചും അതിൻ്റെ അടുത്തുള്ള ദേവാലയവും ആ ദേവാലയത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന ഈ സംഭവങ്ങളുമൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ആഴ്ചക്കാലം നമുക്ക് പറയാം അച്ഛൻ്റെ ആഴ്ചയിലെ ദുഃഖാഴ്ച പോലെയാണ്. നിഷ്കളങ്കനായ ക്രിസ്തു കുരിശിലേക്ക് കാൽവി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. അതുതന്നെയാവണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു ഗുണപാഠം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.